24 ടീമുകളുമായി തുടങ്ങിയ യൂറോ കപ്പ് 4 ടീമുകളിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. സെമിഫൈനൽ പോരിലേക്ക് ടീമുകൾ ബൂട്ട് കെട്ടുമ്പോൾ ചർച്ചയാവുന്നത് ഗോൾ വരൾച്ച. 48 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ടൂർണമെന്റിൽ ഇതുവരെ പിറന്നത് 108 ഗോളുകൾ മാത്രം. ഇതിൽ തന്നെ 10 സെൽഫ് ഗോളുകളും. 11 ഗോളുകൾ വീതം നേടിയ സ്പെയിനും ജർമ്മനിയുമാണ് ഗോൾ വേട്ടയിൽ മുന്നിൽ. 2021 51 കളിയിൽ 142 ഗോളുകളാണ് പിറന്നിരിക്കുന്നത്. ശരാശരി ഒരു മത്സരത്തിൽ 2.79 ഗോളുകൾ പിറന്നപ്പോൾ ഇത്തവണ അത് 2.25 മാത്രമാണ്. ഇത്തവണ ഫ്രീ കിക്കിൽ നിന്ന് ഒറ്റ ഗോൾ പോലും പിറന്നിട്ടുമില്ല. താരസമ്പന്നമായ ഫ്രാൻസിന് ഇതുവരെ ഓപ്പൺ പ്ലേയിൽ ഗോൾ നേടാനോ കഴിഞ്ഞിട്ടില്ല. അവർ നേടിയ 3 ഗോളുകളിൽ 2 എതിരാളികൾ സമ്മാനിച്ച സെൽഫ് ഗോളുകളും 1 പെനാൽറ്റിയുമായിരുന്നു. എന്നാൽ ഒരു ഗോൾ മാത്രമാണ് ഫ്രാൻസ് ഇതുവരെ വഴങ്ങിയത്. സൂപ്പർ താരങ്ങളടങ്ങിയ ഇംഗ്ലണ്ട് ഇതുവരെ അടിച്ചത് 5 ഗോളുകൾ മാത്രം. ഇതിൽ തന്നെ 1 പെനാൽറ്റിയിൽ നിന്ന് 3 ഗോളുകളാണ് ഇംഗ്ലണ്ട് വഴങ്ങിയത്. ഇതേസമയം സ്പെയിനും നെതർലൻഡ്സും ഭേദപ്പെട്ട പ്രകടനമാണ് പുറത്തെടുത്തത്. സ്പെയിൻ 11 നെതർലൻഡ്സ് 9 ഗോളുകളാണ് നേടിയത്. 2 ഗോളുകൾ മാത്രം വഴങ്ങിയ സ്പെയിനാണ് ഗോൾ ശ്രമങ്ങളിൽ മുന്നിൽ. ടൂർണമെന്റിൽ എല്ലാ മത്സരങ്ങളും ജയിച്ചു കയറിയ ഏക ടീമും സ്പെയിനാണ്. നെതർലൻഡ്സ് 5 ഗോൾ തിരിച്ചു വാങ്ങി. 4 ക്വാർട്ടർ മത്സരങ്ങളിൽ നിന്നായി പിറന്നത് 7 ഗോളുകൾ മാത്രം. ഇതിൽ 2 വിജയികളെ നിശ്ചയിച്ചത് ഷൂട്ടൌട്ടിലൂടെ. ടീമുകളുടെ പ്രതിരോധ തന്ത്രമാണ് ഗോൾ വഴങ്ങുന്നതിന് തടസ്സമാകുന്നതെന്നാണ് വിലയിരുത്തൽ. ഗോൾ അടിക്കുന്നതിനേക്കാൾ എതിരാളികളെ ഗോൾ അടിപ്പിക്കാതിരിക്കാനാണ് പല ടീമുകളും ശ്രമിച്ചത്. 3 ഗോൾ വീതം നേടിയ നെതർലൻഡ്സിന്റെ കോഡി ഗാക്പോ, ജർമ്മനിയുടെ ജമാൽ മുസിയാല, ജോർജിയയുടെ മിക്ക ടോട്സെ, സ്ലോവാക്കിയയുടെ ഇവാൻ ഷ്രാൻസ് എന്നിവരാണ് ടോപ്പ് സ്കോറർമാരിൽ മുന്നിൽ. ഇവരിൽ സെമിയിൽ കളിക്കുന്നത് ഗാക്പോ മാത്രം. 2 ഗോളുകളുമായി സെമിയിൽ കളിക്കുന്ന ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗ്ഹാം, ഹാരി കെയ്ൻ, സ്പെയിനിന്റെ ഡാനി ഓൾമോ, ഫാബിയൻ റൂയിസ് എന്നിവർക്കും ഗോൾഡൻ ബൂട്ടിൽ പ്രതീക്ഷ വയ്ക്കാം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.